കന്യാസ്ത്രീകളുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ഛത്തീസ്ഗഡിലേക്ക് തിരിക്കും. നാളെയാണ് ഛത്തീസ്ഗഡിലേക്ക് പോവുക. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. ഇതിന് പുറമെയാണ് ഷോൺ ജോർജും ഛത്തീസ്ഗഡിലെത്തുക. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, നേരത്തെ പരാമർശിച്ചതുപോലെ അനൂപ് ആന്റണി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലുണ്ട്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് കൂടി അങ്ങോട്ടേക്ക് തിരിക്കുന്നു. എന്തായാലും വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടാനാണോ ബി.ജെ.പിയുടെ നീക്കം? സ്വാഭാവികമായും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അയാൾ സജീവമായി ഇനി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നാളെ ഷോൺ ജോർജ് ഛത്തീസ്ഗഡിലേക്ക് എത്തുന്നുണ്ട്. ദുർഗിൽ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ജാമ്യം കിട്ടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഈ കന്യാസ്ത്രീകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിരുന്ന ഒരു കാര്യം ഇതിൽ ഒരു പെൺകുട്ടിയുടെ മൊഴിയായിരുന്നു. നിലവിൽ ആ പെൺകുട്ടി മൊഴി മാറ്റാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്. കാരണം ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ആ പെൺകുട്ടി മൊഴി മാറ്റിയേ തീരൂ. അതിനുള്ള ചർച്ചകൾ, അതിനുള്ള സ്വാധീന ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു നിസ്സാരമായ കാര്യമാണ്. കാരണം ജാമ്യം നൽകാം എന്ന് എല്ലാ തലങ്ങളിൽ നിന്നും, അത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം കേന്ദ്രത്തിൽ നിന്നും അടക്കം അങ്ങനെ ഒരു ഉറപ്പ് വന്ന സ്ഥിതിക്ക് ഇവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ഈ മനുഷ്യക്കടത്ത് എന്നുള്ളത് ഒഴിവാക്കി കിട്ടണം. 143 ഒഴിവാക്കി കിട്ടണം. 143 ഒഴിവാക്കണമെങ്കിൽ നേരത്തെ മൊഴി നൽകിയ ആ പെൺകുട്ടി മൊഴി മാറ്റണം. സ്വാഭാവികമായും ആ പെൺകുട്ടിയോട് ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയുടെ മൊഴി മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. ആ പെൺകുട്ടിയുടെ മൊഴി കൂടി മാറ്റുന്നതോടെ ഈ മെയിൻറ്റൈനബിലിറ്റി, ഈ വകുപ്പ് ചുമത്തിയത്, അത് മെയിൻറ്റൈനബിലിറ്റി സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ജാമ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് ഉറപ്പാണ്. അത് കൂടുതൽ വേഗത്തിലാക്കാൻ, അത് ഏകോപിപ്പിക്കാൻ ഷോൺ ജോർജ് കൂടി എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. യെസ്, ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ഛത്തീസ്ഗഡിലേക്ക്. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.